എന്താ ഇത്? ഇതറിഞ്ഞൂടെ ജെട്ടി? ഗ്ലോറിയ, സത്യം പറഞ്ഞോ, ആരാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ? എനിക്ക് നാണായിരിക്കണു. ഇത് എന്റെ ബോയ് ഫ്രണ്ടിന്റെയാ. പാവം ധൃതിയിലെടുക്കാൻ മറന്നുപോയതാ. ഡീറ്റെയിൽ ആയിട്ട് പറ. ഞങ്ങൾ പോയതിനു ശേഷം പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ പോയെന്ന് രാത്രി പ്രേമത്തിന്റെ കിലുകിലാ ശബ്ദത്തിൽ ആ മഴ പെയ്തിറങ്ങി. സ്പെഷ്യൽ എഫക്റ്റിനായി നല്ല ഇടിയും മിന്നലും. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് റൊമാൻറ്റിക് മൂഡിലായി. എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഒരു കല്യാണം കഴിയാത്ത കണ്ണി പെണ്ണല്ലേ. എനിക്കുമല്ലേ ലേഡീസ് വികാര വിചാരങ്ങൾ. ഒരു 11 മണി കാണും. ആരോ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ അങ്ങനെ ഭയന്നുപോയി. പിന്നെ ആ ഭയത്തോടെ ഞാൻ മെല്ലെ പോയി വാതിൽ. ആദ്യം ഞങ്ങള് സോഫയിലിരുന്ന് അങ്ങനെ ബോറടി മാറ്റി. പിന്നെ പതുക്കെ പതുക്കെ പതുക്കെ. കൂടുതൽ വിസ്തരിക്കണ്ട. ജോലി വല്ല ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ഇനി എന്നാ നിങ്ങക്ക് ഷൂട്ടിങ്? നാളെ തന്നെ. നാളെ തന്നെയാണോ? ഇതിനെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യണം. എന്താ ചേട്ടാ, ഞാൻ കുളിച്ചോണ്ടിരിക്ക. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. നോക്കൂ ഡാർലിംഗ്, അവരൊക്കെ ഇനി ഷൂട്ടിംഗ് പോയിട്ടില്ല. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. ഓക്കെ? ഉമ്മയല്ല, ഉപ്പുമ ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേഷിക്കുന്നു. എന്തെങ്കിലും വേഗം ഉണ്ടാക്ക്. നോക്കേ, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. സ്പെഷ്യൽ ഐറ്റം വേണമെങ്കിൽ നേരത്തെ തന്നെ ഒരാഴ്ചക്ക് മുമ്പേ ട്വിറ്ററിൽ മെസ്സേജ് ചെയ്യണമെന്നാണ്. ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇതൊന്നും ബേക്കറി അല്ല. അയ്യോ, സ്പെഷ്യൽ ഒന്നും വേണ്ട. തൽക്കാലം വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും. ഈ വയറ് നിറയ്ക്കാനെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ? അല്ല, തൽക്കാലം വയർ നിറയ്ക്കാനുള്ളത് ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ചൂടാക്കി കഴിച്ചാ മതി. നോക്കേ, ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഇറ്റാലിയൻ എഗ് ഗുലാഫി എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിന്നെ കൊണ്ട് തീറ്റിച്ച് നീ ചത്തില്ലെങ്കിൽ എന്നിട്ട് കൺഫേം ചെയ്ത് ഞാൻ കഴിക്കും. വസു, ഞാൻ എത്തി. മുന്നാരും ഒന്നും വേണ്ട. ആരാ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷം കെട്ടണ്ട. എന്താ ഇവിടെ? തന്നോട് ആരാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്കാ അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്, സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില ഉദാസ, ഇവിടെ വാടാ. രാമദാസ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ? എന്താ കാര്യം? സത്യം പറ, ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചുതരാം. ഉറപ്പാണോ? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാ. ഈ തറവാട്ടിലെ A to Z കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ? ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവന് ഞാൻ. 48 മണിക്കൂറിനകം നിന്റെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകളെ കെട്ടുപൊട്ടിച്ചവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലഗോലാവെന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ കാര്യം ഓപ്പറേഷൻ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ചോറ്. എന്താ ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴമാണെന്ന്. അതാണോ ഉദ്ദേശിച്ചത്? താൻ സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി? ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം. മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, സുഭദ്രാമച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക. ബി കെയർഫുൾ. എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചു. എന്നാ പോ. സാധ്യനാരായണ ഋഷി ദേവി ഗായത്രി ഛന്ദ പരമാത്മ ദേവത ഓം നമോ നാരായണ ഓം കാളി കാളേശ്വരി സർവമംഗല സ്വരൂപിണിയ സ്വാഹ സ്വാഹ. ശിഷ്യ സ്വാമി, കൈക്കുമ്പിൾ നീട്ടിക്കൊള്ളൂ. ഹരിഹോം. ദൈവമേ, എഴുന്നേറ്റ് ഇടമോ വലമോ തിരിഞ്ഞോ നോക്കാതെ ഒന്നും മുരിയാടാതെ കിടപ്പ് മുറിയിൽ ചെന്ന് മുറിയുടെ കിഴക്ക് ഭാഗത്തി പ്രസാദം വെക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ സിന്ദൂരം നെറ്റിയിൽ അണിയുക. സ്വാമി ദക്ഷിണ. ഓ ആവാം. പിന്നെന്താ, എഴുന്നേറ്റുള്ളൂ. ദക്ഷിണ. ഓം കാളി അമ്മേ സർവമംഗളാനുഭവന്തു. എല്ലാ വിഘ്നങ്ങളും മാറട്ടെ.
ആ കാശും തന്നെ ദക്ഷിണ എനിക്കുള്ളതാണ്. പോക്കത് കാണിച്ചാ. ഹോമം കസറി ശ്ലോകം ചൊല്ലിയപ്പോ കംസന് വല്ല സംശയം തോന്നിയാവോ? അല്ല ഇന്റിമേറ്റ് ഫ്രണ്ട് ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച്? ഹോമവും വഴിപാടൊക്കെ ഒരുപാട് നടത്തി തറക്കല്ല് പൊളിച്ച ഒരു തറവാട്ടിലെ മെമ്പറാണ് ഇഷ്ടോ. ഇതൊന്നും ഒരു പുത്തരിയല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ. അപ്പഴേ പിന്നെ നമുക്ക് നാളെ കാണാം. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അതെന്താ അത്ര അർജന്റായിട്ട്? നമ്മുടെ പതിവുള്ള പൂജയ്ക്ക് ഇതില്ലേ? അതെ, ഹോമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2 ചെറിയ ഡോൾബി ഞാൻ പൂജിച്ചു. മുത്തപ്പ നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞ ആരും ബഹളം ഉണ്ടാക്കരുത്. മരുന്ന് ശാലയിൽ നിന്ന് ഞാൻ 2 ഉരുളി എടുത്തിട്ടുണ്ട്. വിട്ടോ? വിറ്റിട്ടൊന്നുമില്ല. ഒരു കല്യാണ പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. നാളെ കിട്ടും. പിന്നെ 2 തൂക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിവിടെ നിലവറ കിടന്ന് ചുമ്മാ ക്ലാവ് പിടിക്കല്ലേ. അതവിടെ ക്ലാവ് പിടിച്ചിട്ട് നിനക്കെന്താ? പേടിക്കണ്ടെന്നേ. പിന്നെ വാടക ഇനത്തിൽ കിട്ടുന്ന ഡോൾബി ഉണ്ടല്ലോ, അത് നമുക്ക് പൂജയ്ക്ക് എടുക്കാം. എന്താ? അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതെ, ദക്ഷിണക്കാശ് കൊണ്ട് തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോളൂ, ഇല്ലേ വയറരിയും. എന്റെ നെഞ്ചിരിയ ഇവന്റെ തരികിടെങ്ങാനും വൈദ്യരറിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, ഇവറ്റകളെല്ലാം കൂടി എന്നെ വഴിയാധാരാക്കുവോ? അല്ലെങ്കിൽ തന്നെ 48 മണിക്കൂറിനകം കലാപം ഉണ്ടാക്കുന്നല്ല ബാലകലാപം പറഞ്ഞിരിക്കണേ. 48 മണിക്കൂറിനല്ലേ അവൻ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ ഒരു മുൻകൂർ പാര അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? എങ്ങനെ? ആരാ? ആസാമിയുടെ ഒരു പ്രവചനേ. വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ചെറിയ തട്ട് തട്ടിയാ മതി. ആള് ഡെഡ് ബോഡി ആകരുതേ. ഡെഡ് ബോഡി ആവോ ലൈഫ് ബോഡി ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, എന്താ ഇത്? ഈശ്വരാ. ബാലയാ, എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും. അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസിൽ വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. അല്ലാതെന്താ? സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നു. ഇനിയെങ്കിലും സിദ്ധിയുള്ളവരെ വിശ്വസിക്കാം. ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിക്കാരെ തൂങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നീ വാ. അയ്യോ, ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ കൂവേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തനിയെ വന്നോളാം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതമല്ലേ. സംഭവാമി യുഗേ യുഗേ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കെണിയാ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ, അമ്മച്ചിയാണ് നേര്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ബൈക്ക് എന്തേ? അതൊക്കെ വർഷാത്തിൽ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനെ വരൂ, ആവി പിടിക്കാം.